മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സഹായമായി ലഭിച്ച തുകയിൽ നിന്ന് EMI ഈടാക്കിയതിൽ വയനാട്ടിൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐക്ക് പിന്നാലെ കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്കിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, രാവിലെ നമ്മൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം കണ്ടിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യൂത്ത് ലീഗും ഇതിൽ പങ്കാളികളാകുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഈ പ്രതിഷേധത്തിൽ. ഈ കെട്ടിടത്തിന് രണ്ട് വാതിലുകൾ, അതിൽ ഒരു വാതിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിക്കുന്നു. മറുഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇതിന്റെ തൊട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ഗ്രാമീൺ ബാങ്ക് ഈ വായ്പാ തുകയിൽ നിന്ന്, അതായത് വായ്പ എടുത്തിരുന്നു, ധാരാളം പേർ തോട്ടം തൊഴിലാളികളാണ്, അവരിൽ നിന്ന് അവർ വായ്പ എടുത്തിരുന്നു. ആ വായ്പാ തുക ഈ ധനസഹായമായി ലഭിച്ച തുകയിൽ നിന്ന് ആ തുക വായ്പാ തുക ഈടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതനുസരിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഉപരോധ സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഏതു തരത്തിലാണ് ഈ പ്രതിഷേധവുമായി കോൺഗ്രസ് ഈ സമരം വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ല. പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന്, മുണ്ടക്കൈ ചൂരമല പ്രദേശത്തുള്ളവരുടെ കയ്യിൽ നിന്നും ഗവൺമെന്റ് കൊടുത്ത 16 രൂപയിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഈ ബാങ്കിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് ഈ സമരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് മുന്നോട്ട് തുടർന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനും ശക്തമായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കടന്നു വരുന്നുണ്ട്. സമരം ശക്തപ്പെടുത്താനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും ഇത്തരത്തിൽ ഒരു ഉപരോധ സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9:45 യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അത്തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ളത്. ഒരു തരത്തിലും ഇങ്ങനെ വായ്പാ തുക EMI ആയി അത് ഈടാക്കുന്ന നടപടി, ഈ സർക്കാരിന്റെ ധനസഹായ തുകയിൽ നിന്ന് പോലും ഈടാക്കുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് യുവജന സംഘടനകൾ പങ്കുവെക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. വിവരങ്ങളുമായി കൽപ്പറ്റയിൽ നിന്നും ചേർന്നത്.